നമസ്കാരം. ഞാനിന്നൊരു ചെറിയ വിഷയത്തെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ്. ഒരു 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 കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ്. എല്ലാവർക്കും അറിയാവുന്ന, ഉറപ്പായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമ്മളൊരു വഴി കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ട് നമ്മൾ നടന്നു പോവാണ്. നടന്നു പോകുന്ന സമയത്ത് രണ്ട് മാവ്, ഒരു സ്ഥലത്തായിട്ട് തന്നെ രണ്ട് മാവ് നിൽപ്പുണ്ട്. രണ്ട് മാവ്. ഒരു മാവിൽ മാങ്ങയുണ്ട്, ഒരു മാവിൽ മാങ്ങയില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടൊരു സാധാരണ മനുഷ്യൻ ഇതിനകത്ത് കല്ലെറിയും. മാങ്ങയുള്ള മാവിൽ കല്ലെറിയും. അതായത് ഫലമുള്ള വൃക്ഷത്തിൽ ആൾക്കാർ കല്ലെറിയും. അതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ സെയിം തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. നമ്മളെ ഒരാൾ കളിയാക്കുവോ, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ കരിവാരി തേക്കുവോ, നമ്മളെ പറ്റി കുറ്റം പറയുകയോ, അല്ലെങ്കിൽ നമ്മൾ മോശക്കാരനാണ് സ്ഥാപിച്ചെടുക്കുകയോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം നമുക്ക് അത്യാവശ്യം കഴിവുള്ള ഒരാളാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ നിമിഷം വരെ എന്തെങ്കിലും നേടിയിട്ടുണ്ട്, നാളെ ഇതിൽ കൂടുതൽ നേടാൻ പോകുന്ന ഒരാളായിരിക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ആയിരിക്കും എപ്പോഴും ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നീ കളിയാക്കുക, കൂട്ടം ചേർന്ന് കളിയാക്കുക, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മോശക്കാരാണ് സ്ഥാപിച്ചെടുക്കുക, അവനെ കുറ്റം പറയുക, ഇല്ലാത്ത കഥകൾ, അതായത് പല പല ഗോസിപ്പുകളും പറഞ്ഞ് അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. നമ്മൾ ഇതിനെയൊക്കെ വളരെ ചിരിച്ച് ലാഘവത്തോടെ കളയുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പ്രതികരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് കളിയാക്കിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ മനസ്സിലാക്കേണ്ട, നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കൂട്ടുകാരും അയലത്തുകാരും ബന്ധുക്കളൊക്കെ ആയിരിക്കുമല്ലോ ഇതിനകത്തുള്ളത്. അല്ല പുറത്തു പോകുന്ന നമ്മളെ പറ്റി മനസ്സിലായി. അപ്പം നമ്മളൊരു സ്ഥലത്ത് ഒരു ഫംഗ്ഷനോ ഒരു പാലുകാച്ചിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ ഒക്കെ അല്ലെങ്കിൽ നിശ്ചയത്തിനോ എന്തെങ്കിലുമൊക്കെ ചെല്ലും, നാട്ടിലുള്ള വഴിക്കൊക്കെ ചെല്ലുന്ന സമയത്ത് അവൻ വരുന്നത് നമ്മളെ കളിയാക്കുമ്പം നമ്മൾ മനസ്സിലാക്കിക്കോണം നമ്മളിൽ എന്തോ ഉണ്ട്, നമ്മളൊരു സംഭവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കളിയാക്കുമ്പോൾ നമ്മളത് മൊത്തം കേട്ട് അവരുടെ കൂടെ ചിരിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ നമ്മളെ കളിയാക്കുമ്പം ചൂടാവുകയോ അല്ലെ ദേഷ്യപ്പെടുകയോ അല്ലെ അവിടെ നിന്ന് ഇറങ്ങി പോകുകയും ചെയ്യരുത്. നമ്മൾ അവരുടെ കൂടെ നിന്ന് വീണ്ടും വരെ മോട്ടിവേറ്റ് ചെയ്യണം കളിയാക്കാനായിട്ട്. മനസ്സിലായി? അപ്പൊ ഒരു പരിധി കൂടുതലൊന്നും ആൾക്കാർക്ക് നമ്മളെ കളിയാക്കാൻ പറ്റില്ല. മനസ്സിലായി? നമ്മള് കളിയാക്കാൻ നമ്മൾ ചിരിക്കുക അവരുടെ കൂടെ. അപ്പം വിചാരിക്കും ഇവനെന്ത് ചിരിക്കുന്ന ശരി, പൊട്ടനാവേണ്ടത് പൊട്ടനാവുക. നമ്മുടെ മനസ്സിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലേ? നമുക്ക് ആരാവണം, എന്താവണം, എങ്ങനെ നേടണം ഒക്കെ നമുക്കറിയാം. അപ്പൊ ഇവരുടെ കൂടത്തിൽ നിന്ന് കളിച്ച് ചിരിച്ചു കഴിഞ്ഞാൽ പോവാ. അവരോടൊന്ന് സംസാരിച്ച് സമയം കളയരുത്. നമുക്ക് അതിനുള്ള സമയമില്ല. നമ്മൾ ചിരിക്കണം. നമുക്ക് ചിരിക്കാൻ അവസരം നമ്മൾ ചിരിക്കണം. ചിരിക്കുന്നത് നമ്മുടെ ആയുസ് കൂട്ടും. നമുക്ക് ചിരിക്കുന്നത് നല്ലതല്ലേ? ഈ ടെൻഷൻ റിലീസാവും. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചിരിക്കുക മാക്സിമം. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ചിരിക്കുക. അവർക്ക് വീണ്ടും വീണ്ടും നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. കളിയാക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പതുക്കെ നിർത്തിക്കൊള്ളും. മനസ്സിലായോ? അപ്പോ ഒരാളെ നമുക്കൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒളിയമ്പുകൾ അവനെതിരെ എഴുതിയിരിക്കും. അപ്പം നമ്മൾ തളരുകയല്ല വേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഞാൻ എന്തോ ആണ്, എനിക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, അതുകൊണ്ടാണ് എന്നെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായോ? ഓക്കെ.